These two are two robots. അതായത് രണ്ട് റോബോട്ട്സാണിത്. ഇത് മെയിൻലി വേസ്റ്റ് എടുക്കാനും നമ്മുടെ പരിസരത്തുള്ള വേസ്റ്റ് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള രണ്ട് റോബോട്ട്സാണിത്. ഇത് ലാൻഡ്, അതായത് നമ്മുടെ പരിസരത്തും റോഡുകളിലും എവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടോ അതെടുക്കാനുള്ള റോബോട്ടാണ് ഇത്. ഇതിൽ സ്പെഷ്യലായിട്ടുള്ളത് സോളിഡ് വേസ്റ്റും വെറ്റ് വേസ്റ്റും വേർതിരിക്കും. അതിനുള്ള ഓരോ സെൻസേഴ്സ് ഉണ്ട്. ഇതിൽ ആർഡിനോ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. ആർഡിനോ ബോർഡ് മെഗയാണ് മെയിനായിട്ടും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഡെമോ പീസാണ്, നോട്ട് അറ്റ് ഓൾ ബട്ട് ഈസ് വർക്കിംഗ്. ഇത് വർക്ക് ചെയ്യുന്ന പീസ് തന്നെയാണ്. ഇതിനകത്ത് നാളത്തെ സെൻസേഴ്സ്, അൾട്രാസോണിക് സെൻസറുണ്ട്, ഡയഗ്നോസ്റ്റിക് സെൻസറുണ്ട്, പലവിധമായ പല സെൻസേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ ആംസ് വരുന്നത്. ഇതിലാണ് ഇത് വേസ്റ്റ് ക്യാരി ചെയ്യുന്നത്. അപ്പം നമ്മൾ നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് ട്രാഷ് ബോട്ട് 3.0 ആണ്. ഇതിൻ്റെ പേര് അക്വാ റെസ്ക്യൂയിങ് റാഫ്റ്റ് 1.0. അക്വാ റെസ്ക്യൂയിങ് റാഫ്റ്റ് 1.0 ഉദ്ദേശിക്കുന്നത് ഇത് വെള്ളത്തിലുള്ള വേസ്റ്റുകൾ കളക്ട് ചെയ്യും. വെള്ളത്തിൽ എവിടെയൊക്കെ വേസ്റ്റ് ഉണ്ടോ ഇതിൻ്റെ ഇതാണ്. ഇത് വെച്ച് കളക്ട് ചെയ്ത് ഇവിടെയാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇത് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്, ഡെക്ക് 1, ഡെക്ക് 2, ഡെക്ക് 3. നമുക്ക് ഡെക്ക് 1ൽ എന്താണെന്ന് നോക്കാം. ഡെക്ക് 1ലാണ് ഇതിൻ്റെ ഹോൾ മദർ ബോർഡ്, ചിപ്സ് ബോർഡ്, സെൻസേഴ്സ്, പിന്നെ അതർ ഐറ്റംസ് കണക്റ്റിംഗ്, കറണ്ട് ഡിഫറൻഷ്യൽ ബോക്സ്, സർക്കിൾ, എവരിത്തിങ് ഹാവ് ബീൻ സേവ്ഡ് ഇൻ ഡെക്ക് 1. ഓൾ കോമ്പോണൻറ്റ്സ് ലൈക്ക് ആർഡിനോ ബോർഡ്, നാനോ, മെഗാ എല്ലാം ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഈസ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ്, ഹ്യൂമൻ റെസ്ക്യൂവറാണിത്. ഈ ലാഡർ ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ആ ലാഡർ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം അത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്, ഓൾറെഡി വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇത് വർക്കിംഗ് ആണെന്ന് നമുക്ക് അറിയിക്കാം. അത് മതി. ഈ ലാഡർ ഇവിടെ വരും. ഇപ്പം ദർ ഇസ് എ ക്യാമറ, ദർ ഇസ് എ ഡെഡിക്കേറ്റഡ് ക്യാം ഫോർ റെഗനൈസ് എനിത്തിങ് ഫ്രണ്ടിലുണ്ടെന്ന്. ഇതാണ് അൾട്രാസോണിക് സെൻസർ. അൾട്രാസോണിക് സെൻസർ ഒരു വേവ് വിടും, അത് എവിടെയെങ്കിലും തട്ടിത്തിരിക്കും. ലൈക്ക് ബാറ്റില്ലേ നമ്മുടെ വവ്വാലിൻ്റെ രീതിയാണ് അൾട്രാസോണിക്. പിന്നെ മേളിലാണ് വേസ്റ്റ് വരുന്നത്. വേസ്റ്റ് ഇവിടെയാണ് അവർ ഡംപ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വെള്ളത്തിലുള്ള എല്ലാ വേസ്റ്റും ഇവിടെയിലാകും. ഏത് കായലിൽ ഡീപ്പ്, അതായത് നമ്മൾ ഫ്ലോട്ട് ചെയ്യാത്ത ഏരിയയിൽ തന്നെ അടിച്ചുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് പോയി ഒരു വേസ്റ്റ് എടുക്കും. അപ്പോൾ നമുക്കൊരു ചിന്ത വരും, മീനുകൾ കയറത്തില്ലേ. ദർ ഇസ് എ ഡെഡിക്കേറ്റഡ് മോയിസ്ചർ സെൻസർ. മോയിസ്ചർ സെൻസ് ചെയ്യുന്ന സെൻസേഴ്സ് വരെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് മോസ്റ്റ് പ്രോബബിളി അവർ ചെയ്തിരിക്കുന്നത് 2018 ഫ്ലഡ്. 2018 ഫ്ലഡിനെ ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അന്ന് അവർ സംഭവിച്ചത് നമ്മളെ രക്ഷിക്കാൻ വന്ന മത്സ്യത്തൊഴിലാളികളാണ് ഇതിൽ, അതായത് ആ ഹോൾ ആൾക്കാരെ രക്ഷിച്ചത്. അപ്പോൾ അവർക്ക് സംഭവിച്ചതെന്ന് വെച്ചാൽ അവരുടെ ഉപജീവനമാർഗം മീൻപിടുത്തമാണ്. മത്സ്യത്തെ പിടിച്ച് അവർ മത്സ്യബന്ധനം ചെയ്തത്. അവരതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത സാധനം വാങ്ങി, ബോട്ട് വാങ്ങി. ആ ബോട്ടുകൾ പലയിടത്തും കൊണ്ടുവന്ന് പല നാശനഷ്ടങ്ങളുമാണ്. ബിക്കോസ് വെള്ളം ഒരു ഹൈറ്റിൽ നിൽക്കുകയാണ്. അപ്പോൾ എവിടെയൊക്കെ ഇതുണ്ട്, മതിലുണ്ട്, എവിടെയൊക്കെ ഗേറ്റുണ്ടെന്ന് ആർക്കും അറിയാൻ പാടില്ല. അത് അവർ വെളിയിലോട് വന്നിട്ട് ഒട്ടും അടുത്തില്ല. അവർ വന്ന് അവരുടെ ബോട്ടുകൾ നാശനഷ്ടമാണ്. അതെല്ലാം ഈ നിർമ്മിച്ച രണ്ട് കുട്ടികളാണ്. അതാണ് മോസ്റ്റ് സ്പെഷ്യൽ തിങ്. ഈ രണ്ട് റോബോട്ട്സ് നിർമ്മിച്ചത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നതും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ്. രണ്ടുപേരും തൃശ്ശൂർ ജില്ലക്കാരാണ്. ഗ്രേസ് എന്ന് പറഞ്ഞ സ്കൂൾ അക്കാഡമി, ഫുള്ളായിട്ട് ആ പേരുകൾ അറിയില്ല. ആ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്തും ആർഡിനോ ബോർഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. 2 ഇവിടെ സെൻസേഴ്സ്, ഫുൾ ഓഫ് സെൻസേഴ്സ് ആണ്. മോയിസ്ചർ സെൻസർ, ഇവിടെ മോഷൻ സെൻസേഴ്സ് വരെ തന്നെ താഴെയിട്ടുണ്ട്. പിന്നെ 4 പ്രൊപ്പലേഴ്സ് ആണ് മുന്നോട്ട് വന്ന് ബാക്കിലോട്ട് വന്ന്, 2 സ്റ്റെപ്പിൻ്റെ പ്രൊപ്പലേഴ്സ്. ഇതിനകത്ത് വരുന്നത്